മന്ദാന്തോളിതഹേമകുണ്ടലമണി ശോണപ്രഭാമണ്ഡലം കാഞ്ചീദാമപരീതപീതവസനം സംസക്തമുക്താവലിം കുന്ദീനന്ദനസാരഥിം കരതലാലംബി പ്രചോദാന്തിതം വന്ദേ നന്ദതനൂജമംബരനദീനാഥം രമാവല്ലഭം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ശരണം, ശ്രീ പാർത്ഥസാരഥയേ ശരണം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ഹരി. കഴിഞ്ഞ ദിവസം നമ്മൾ 15ാമത്തെ ശ്ലോകത്തിൽ എന്താ മനസ്സിലാക്കിയത്? ഈ ലോകത്തില് പുണ്യം അഥവാ ശാസ്ത്ര സമ്മതമായിട്ടുള്ളത് അല്ലെങ്കിൽ ന്യായപൂർവം ആയിക്കോട്ടെ അല്ലെങ്കിൽ അന്യായമായിക്കോട്ടെ, ശാസ്ത്രം സമ്മതിക്കാത്തതായിക്കോട്ടെ, ഈ മനുഷ്യൻ്റെ വാക്ക്, ശരീരം, മനസ്സ് എന്നിവയാൽ എന്ത് പ്രവൃത്തി ചെയ്യണുണ്ടോ അതിനെല്ലാം 5 ഘടകങ്ങളുടെ ആവശ്യമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന്, നമ്മുടെ ശരീരം തന്നെ വേണം. പിന്നെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവായിട്ടുള്ള കർത്താവ് വേണം. പിന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വേണം. മനസ്സുകൊണ്ടൊരു കാര്യം സങ്കല്പിക്കുകയാണ്, അതിന് മനസ്സ് എന്നുള്ള ഇന്ദ്രിയം വേണം. മനസ്സിനിരിക്കാൻ ശരീരം വേണം, അല്ലേ? പിന്നെ പ്രയത്നം വേണം. മനസ്സുകൊണ്ട് ചിന്തിക്കൽ ഒരു പ്രയത്നമാണ്. പിന്നെ ശരീരം കൊണ്ടുള്ള കാര്യം പറയുകയേ വേണ്ട. പിന്നെ അതിനൊക്കെ ശക്തി നൽകണം. ഈ കർത്താവായിട്ടുള്ള ജീവാത്മാവിന് പ്രചോദന അല്ലെങ്കിൽ ശക്തി, ഊർജം നൽകണ ആ പരമാത്മാവായിട്ടുള്ള ശക്തിയും വേണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അതിനെപ്പറ്റി മനസ്സിലാക്കാണ്ട്, ഈ 5 ഘടകങ്ങളെ മാറ്റി മനസ്സിലാക്കാണ്ട് ഇതെല്ലാം ഞാൻ ചെയ്യണു എന്ന് കർത്തൃത്വഭാവം, ഭോക്തൃത്വഭാവം വയ്ക്കണ ആരുണ്ടോ അവരെ പറ്റിയിട്ടാണ് ഭഗവാൻ 16ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയ പശ്യതി അകൃതബുദ്ധിത്വാൻ ന സ പശ്യതി ദുർമതി. കാര്യങ്ങളുടെ യഥാർത്ഥ സ്വരൂപം ഇങ്ങനെയൊക്കെയാണ് എന്നിരിക്കെ, ഏവം സതി തത്ര, ഇങ്ങനെ ആണ്, ഈ കാര്യങ്ങളുടെ ഇരിപ്പ് ഇങ്ങനെയാണ്, പക്ഷേ യഥാർത്ഥ സ്വരൂപം അങ്ങനെയാണ്. പക്ഷേ അതേപോലെ എന്താണ്, കർമ്മകാരണത്തിൻ്റെ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയും 5 ഘടകങ്ങളില്ലാണ്ട് ഇതെല്ലാം ഞാനാണെന്ന് വിചാരിക്കുന്ന ബുദ്ധി ആരാണ്? അകൃതബുദ്ധിത്വാദ്, ബുദ്ധിയില്ലായ്മ അഥവാ അജ്ഞാനത്താൽ ഞാൻ ചെയ്യണു എന്നുള്ള മിഥ്യ അഹങ്കാരം വെച്ച് പുലർത്തുന്നു അവര്. കേവലം തൂ ആത്മാനം കർത്താരം പശ്യതി, കേവലം സ്വയം എന്ന് പറഞ്ഞാൽ ആ കർമ്മത്തിൻ്റെ നാഥൻ ചെയ്ത ആ കർത്തൃത്വഭാവം, സ്വന്തം ആത്മാവിനെ ഞാൻ എന്നുള്ള ആ ഭാവം വെക്കണു. ഞാനാണ് ഇതിൻ്റെ ആ കർമ്മത്തിൻ്റെ നാഥൻ, ഇതിൻ്റെ ആ കർത്തൃത്വ ഭാവവും ഭോക്തൃത്വ ഭാവവും എനിക്കാണ് എന്നുള്ള ആ വിചാരം വെക്കുന്ന വ്യക്തി പശ്യതി, അങ്ങനെ കാണണു. അവരാരാണ്? ദുർമതി, മൂഢനാണ്. സ ന പശ്യതി, അവൻ യഥാർത്ഥത്തിൽ കാണണില്ല, അഥവാ കാര്യങ്ങളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണില്ല എന്നാണ് ഭഗവാൻ പറയണത്. അപ്പം ഈ 5 ഘടകങ്ങളെയും കണക്കാക്കാണ്ട് ഒറ്റൊന്നിനെ മാത്രം, തന്നെ മാത്രം അതിനെ, അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിന്, അല്ലെങ്കിൽ തൻ്റെ ആ ശരീരത്തിലിരിക്കുന്ന ആത്മാവിനെ, അപ്പം അതിനെയാണ് ആ കർമ്മത്തിൻ്റെ നാഥൻ എന്ന് ആരാണോ വിചാരിക്കണത് അവൻ തീർച്ചയായിട്ടും ബുദ്ധിമാനല്ല. അയാൾക്ക് സംഗതികളുടെ യഥാർത്ഥ സ്വരൂപം അറിയാനും സാധിക്കണില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം പരമാത്മാവ് ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിലിരുന്നു കൊണ്ട് കർമ്മങ്ങൾ നടത്തുന്നതിന് എല്ലാ പ്രചോദനങ്ങളും കൊടുക്കണം. അത് ആ വ്യക്തിക്ക് അറിയില്ല. അപ്പോൾ ഭൗതിക കാരണങ്ങളായിട്ടുള്ള ശരീരം, പിന്നെ ആ ജീവാത്മാവ് അഥവാ ആ കർമ്മത്തിൻ്റെ കർത്താവ്, പിന്നെ കരണങ്ങൾ അഥവാ ഇന്ദ്രിയങ്ങൾ, പിന്നെ അതിന് പ്രയത്നം വേണം. ഇതൊക്കെ വേണം, ഇതൊക്കെ ചേരുവകളാണ്. എങ്കിലും പ്രധാന കാരണം എന്താണ്? പരമദിവ്യ ഉത്തമ പുരുഷനായിട്ടുള്ള ആ പരമാത്മാവ് തന്നെയാണ്, പരമാത്മാവിൻ്റെ ശക്തിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇതിനു മുമ്പ് പറഞ്ഞ 4 ഭൗതിക ഹേതുക്കളെ മാത്രം കർമ്മത്തിന് കാരണമായി കാണരുത്. അങ്ങനെ കണ്ടാൽ എന്താവും? മൂഢരാവും നമ്മൾ, അല്ലേ? നമ്മൾക്ക് ശരിക്കുള്ള കാര്യം മനസ്സിലാവില്ല. പരമവും കർമ്മക്ഷമവുമായ അങ്ങനെ എന്താണ്? കർമ്മങ്ങളെ
അതിൻ്റെ നാഥനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അനുമതി കൊടുക്കുന്നവനായിട്ട് ആ പരമാത്മാവിനെയും മനസ്സിലാക്കണം. പരമാത്മാവിൻ്റെ പ്രേരണ അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ ആ ഊർജം തന്നിട്ടില്ല എങ്കിൽ, പരമാത്മാവ് അതിനുള്ള ഊർജം തന്നിട്ടില്ലെങ്കിൽ ഒരു കർമ്മവും ഇവിടെ നടക്കാൻ പോണില്ല. അതാണ് പ്രധാന കാരണം എന്ന് മനസ്സിലാക്കണം. ഈ പരമപുരുഷനെ കണ്ടറിയാത്തവൻ, ഇതിൻ്റെ പിന്നിലൊക്കെ എനിക്ക് എല്ലാ പ്രേരണയും പ്രചോദനവും തന്നിട്ട് പരമാത്മാവുണ്ട് എന്ന് മനസ്സിലാക്കാത്തവൻ അവന് ഇത് സ്വന്തം കർത്തൃത്വ ബോധത്തിലും ഭോക്തൃത്വ ബോധത്തിലും അങ്ങനെ മിഥ്യാഹങ്കാരിയായിട്ടിരിക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. യസ്യ നാഹംകൃതോ ഭാവോ ബുദ്ധിർയസ്യ ന ലിപ്യതേ ഹത്വാപി സ ഇമാൻ ലോകാൻ ന ഹന്തീന നിബധ്യതേ ന അഹംകൃത യസ്യ. അഹങ്കാരം അല്ലെങ്കിൽ മിഥ്യാഭിമാനം ഇല്ല. ഒരാൾക്ക് മിഥ്യാഹങ്കാരം ഇല്ല, അഥവാ ഞാൻ ചെയ്യണു എന്നുള്ള ബോധം ഇല്ല. അത്തരം മിഥ്യാഹങ്കാരങ്ങളൊന്നും ഇല്ലാത്തൊരു യസ്യ, ഒരു വ്യക്തിക്ക്, ആ ഭാവമില്ലാത്ത വ്യക്തിക്ക് യസ്യ ബുദ്ധി ന ലിപ്യതേ, അവൻ്റെ ബുദ്ധി ആസക്തമാകുന്നില്ല. ആ കർമ്മങ്ങളിലും കർമ്മഫലങ്ങളിലും ഒന്നും ആ വ്യക്തിയുടെ ബുദ്ധി ആസക്തമാവില്ല. സ ഇമാൻ ലോകാൻ ഹത്വാ അബി, ആ വ്യക്തി ഈ ലോകത്തിനെ മുഴുവൻ ഹനിച്ചാലും, ഈ ലോകത്തിനെ മുഴുവൻ നശിപ്പിച്ചാലും ന ഹന്തി ന നിബധ്യതേ, വാസ്തവത്തിൽ അവൻ ഒന്നിനെയും ഹിംസിക്കണില്ല, ഒന്നിനെയും ഹനിക്കണില്ല. ന നിബധ്യതേ, ആ ഫലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പുണ്യപാപങ്ങളിൽ അവൻ ബന്ധനസ്ഥനും ആകണില്ല എന്നാണ് ഭഗവാൻ പറയണത്. അപ്പം ഇത് ഞാൻ ചെയ്യണു എന്നുള്ളതാണ് ഓരോ വ്യക്തികളെയും ആ കർമ്മഫലവുമായിട്ട് ബന്ധിക്കുന്നത്. ഇത് ഞാൻ ചെയ്യല്ല, ഇത് പരമാത്മാവിൻ്റെ പ്രചോദനം കൊണ്ട് എനിക്കിത് ചെയ്യാൻ സാധിച്ചു എന്നുള്ള ആ ഭാവമാണെങ്കിലോ, ഈ ലോകത്തിനെ മുഴുവനെ നശിപ്പിച്ചു അല്ലെങ്കിൽ ഹനിച്ചു ഹിംസിച്ചാലും ആ കർത്തൃത്വഭാവം അഥവാ അതിൻ്റെ ആ ഫലങ്ങളെ, അതിൻ്റെ പ്രാരബ്ധം ആ വ്യക്തിയെ ബാധിക്കില്ല എന്നാണ് പറയണത്. അപ്പം മിഥ്യാഹങ്കാരത്താൽ അഥവാ ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്താൽ പ്രേരിതനല്ലാതെയും അനാസക്തനുമായിട്ട് അത്തരം അനാസക്തമായ ബുദ്ധിയോടുകൂടി ഒരാൾ എത്ര വലിയ നരഹത്യ എന്ന് പറഞ്ഞാൽ അവിടെ യുദ്ധമാണ് കാര്യം, യുദ്ധത്തിൻ്റെ കാര്യമാണ് ഭഗവാൻ പറയണത്. അല്ലാണ്ട് ഞാൻ ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് വല്ലവരെയും പിടിച്ചിട്ടൊന്നും ഹിംസിക്കാൻ അതിനല്ല. അപ്പം ഇത് തൻ്റെ കർത്തവ്യമായിട്ടുള്ള യുദ്ധം ചെയ്യുകയാണെങ്കിൽ, ക്ഷത്രിയൻ്റെ കർത്തവ്യം യുദ്ധം ചെയ്യലാണ്. അപ്പം അർജുനന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഭഗവാൻ, നിൻ്റെ കർത്തവ്യമായിട്ടുള്ള യുദ്ധം നീ ചെയ്തിട്ട് ഈ സേനകളെ മുഴുവൻ ഇവിടെ വധിച്ചാലും നീ ഒരു ഹിംസകനല്ല, അല്ല, ഇത് നിൻ്റെ കർത്തവ്യമാണ്, അത് ചെയ്യുന്നു, അത്രമാത്രമേ ഉള്ളൂ. പിന്നെ ആ കർമ്മത്തിൻ്റെ ഫലമോ കർമ്മമോ ആയിട്ട് നിനക്ക് ഒരു ബന്ധവും ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം മിഥ്യാഹങ്കാരത്തിൽ ഞാൻ ചെയ്യണു അപ്പം എനിക്കിത് അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു ബോധമായിരുന്നല്ലോ. എങ്ങനെയാലും യുദ്ധം ചെയ്യാണ്ട് ഇവിടുന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഇവിടുന്ന് അപാപങ്ങളൊന്നും തന്നെ ബാധിക്കരുത് എന്നുള്ള ചില മിഥ്യാ വിചാരങ്ങളായിരുന്നല്ലോ അർജുനന്. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധ കർമ്മചോദന കരണം കർമ്മകർത്തേതി ത്രിവിധ കർമ്മ സംഗ്രഹ. ജ്ഞാനം ജ്ഞേയം ജ്ഞാന വിഷയം അല്ലെങ്കിൽ ജ്ഞേയം എന്ന് പറഞ്ഞാൽ ജ്ഞാന വിഷയം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് അല്ലേ. പിന്നെ ജ്ഞേയം എന്ന് പറഞ്ഞത് എന്താണ്? ജ്ഞാന വിഷയം, എന്തിനെ പറ്റിയിട്ടാണോ നമുക്ക് അറിയേണ്ടത് ആ വിഷയം. പരിജ്ഞാത, ആ ജ്ഞാനി, പരിജ്ഞാതാവുക എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിനെ പറ്റി നന്നായി മനസ്സിലാക്കുക, അതിനെപ്പറ്റി പഠിക്കുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി നല്ല ജ്ഞാനം പ്രാപ്തി ചെയ്യാം. ഇത് ത്രിവിധ കർമ്മചോദന, ഇങ്ങനെ 3 വിധത്തിലാണ് കർമ്മത്തിൻ്റെ പ്രേരകങ്ങൾ. കർമ്മചോദന പറഞ്ഞ കർമ്മത്തിനെ പ്രചോദിപ്പിക്കുന്ന ഘടകങ്ങൾ ഇങ്ങനെ 3 ഘടകങ്ങളാണ്. എന്താണ് ഇവിടെ? ഒന്ന് ജ്ഞാനമാണ്, ഒന്ന് ആ ജ്ഞാനത്തിൻ്റെ വിഷയമാണ്, പിന്നെ ഒന്ന് ആ വിഷയം നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തി, അജ്ഞാനി കണക്കാണ്. അപ്പോൾ ഇങ്ങനെ. അപ്പോൾ പിന്നെ ഇന്നെന്താണ് ഇത് 3 ഘടകങ്ങൾ. പിന്നെ കരണം, കർമ്മ, കർത്ത, 3 ഏറെ അതിൻ്റെ കർമ്മസംഗ്രഹം അഥവാ കർമ്മം എന്തിനെയാണോ ആശ്രയിച്ചിരിക്കുന്നത്. കർമ്മം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഘടകങ്ങളുടെ ആവശ്യകത ഉണ്ട്. അതെന്തൊക്കെയാണ്? കരണം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ, പിന്നെ കർമ്മം, ആ കർമ്മം
ഇന്ദ്രിയങ്ങളെ കൊണ്ട് ആ കർമ്മം ചെയ്യുക. പിന്നെ കർത്ത ചെയ്യാൻ ഒരു ഒരു ആത്മാവ്, ജീവാത്മാവ് അല്ലെങ്കിൽ ഒരു വ്യക്തി വേണം അല്ലേ. ഇതി ഇങ്ങനെ ത്രിവിധ കർമ്മ സംഗ്രഹ, ഇങ്ങനെ 3 വിധത്തിലുള്ള കർമ്മ സംഗ്രഹം അഥവാ കർമ്മത്തിൻ്റെ കർമ്മം എന്തിനാണോ ഡിപ്പെൻഡൻ്റ് ആവണം അല്ലെങ്കിൽ ആശ്രയിക്കണം, ആ വസ്തുക്കൾ ഉണ്ടെങ്കിലാണ് ആ കർമ്മം ചെയ്യാൻ സാധിക്കുന്നു. കർമ്മം എന്തിനാണോ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് കർമ്മ സമൂഹം അല്ലെങ്കിൽ കർമ്മ സംഗ്രഹം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൗശലം അഥവാ ജ്ഞാനം എന്ന് പറഞ്ഞാൽ കുശലത. പിന്നെ ആ കർമ്മക്ഷേത്രം അഥവാ ആ എന്ത് ചെയ്യാനാണോ വ്യക്തി ഉദ്ദേശിക്കുന്നത് ആ വിഷയം. പിന്നെ അതിനെ ആ വിഷയത്തിനെ പറ്റി അറിയണ വ്യക്തി അഥവാ ജ്ഞാനി എന്നീ 3 ഘടകങ്ങളാണ് കർമ്മത്തിന് പ്രേരകങ്ങളാവുന്നത്. ഇന്ദ്രിയങ്ങള്, കർമ്മം, കർത്താവ് എന്നിവ അതിൻ്റെ ഘടകങ്ങളാണ്. സാധാരണയായിട്ടുള്ള നിത്യ നൈമിത്തിക കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതിന് 3 പ്രേരകങ്ങൾ വേണം എന്നാണ് ഇപ്പോൾ പറഞ്ഞത് അല്ലേ. ഒന്ന് ജ്ഞാനം, ആ വസ്തുതയെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്താണോ ജ്ഞാനത്തിൻ്റെ വിഷയം അതിനെപ്പറ്റി നന്നായി അറിയണം. പിന്നെ അതറിഞ്ഞ വ്യക്തി ഉണ്ടാവണം. പിന്നെ ഇത് 3 ഘടകങ്ങൾ വേണം. പിന്നെ അതിനെ എന്തിനാണ് ആശ്രയിക്കുക, ആ കർമ്മം ചെയ്യാനുള്ള ഉപകരണങ്ങൾ, പിന്നെ പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ. പിന്നെ ആ കർമ്മം ചെയ്താലേ ആ കർമ്മം പൂർണ്ണമാവുള്ളൂ, ആ കാര്യം പൂർണ്ണമാവുള്ളൂ. പിന്നെ അത് ചെയ്യാനുള്ളൊരു വ്യക്തി. ഇവയെ കർമ്മഘടകങ്ങൾ എന്ന് പറയുന്നു. അപ്പം എല്ലാ കർമ്മങ്ങൾക്കും ഒരു കർമ്മം നടന്നിട്ടുണ്ടെങ്കിൽ ഇത് 2 പ്രാവശ്യം അത് സംഭവിച്ചിട്ടുണ്ട്. എപ്പോൾ ഒന്ന് നമ്മുടെ മനസ്സിൽ പ്ലാനിങ് അല്ലേ, നമ്മളൊരു കർമ്മത്തിന് ചെയ്യണമെന്ന് ഇന്ന മാതിരി ചെയ്യണമെന്ന് മനസ്സിൽ ആദ്യം അതിൻ്റെ ഒരു രൂപരേഖ ഉണ്ടാക്കണം. പിന്നെ അത് നമ്മൾ പ്രാവർത്തികമായിട്ട് കൊണ്ടുവരണം. ആദ്യമായിട്ട് വിചാരം കൊണ്ടുവരണം, എന്നിട്ട് പിന്നെ വികാരം എന്ന് പറഞ്ഞാൽ അത് വരുന്ന രൂപത്തിൽ വരണം, നമ്മളതിനെ പ്രാക്ടിക്കലി കൊണ്ടുവരണം. പിന്നെ അത് ചെയ്യണമെന്നുള്ള ഒരു ഇച്ഛയും കൂടി വേണം. അപ്പോഴാണ് ഈ ഓരോ കർമ്മങ്ങളും ഇവിടെ സാധ്യമാവുള്ളൂ. ജ്ഞാനം കർമ്മജ കർത്താച ത്രിദൈവ ഗുണഭേദത പ്രോച്യതേ ഗുണസംഖ്യാനെ യഥാവശ്രണുതാന്യപി. ഗുണസംഖ്യകൾ 3 ഗുണങ്ങളുണ്ട് അല്ലേ. രജ, തമ, സത്ത് ഗുണങ്ങളുണ്ട് അവിടെ. ആ ഗുണസംഖ്യാന് 3 ഗുണങ്ങൾക്കനുസരിച്ചിട്ട് ജ്ഞാനം കർമ്മ കർത്താച, ഇതിന് ജ്ഞാനത്തിന് 3 ഗുണങ്ങളുണ്ട്, ആ കർമ്മത്തിനും 3 ഗുണങ്ങളുണ്ട്, കർത്താവിനും 3 ഗുണങ്ങളുണ്ട്. അപ്പോൾ ജ്ഞാനം കർമ്മച കർത്താച, ജ്ഞാനത്തിനും കർമ്മത്തിനും ആ കർമ്മം ചെയ്ത കർത്ത അഥവാ ആ കർമ്മത്തിൻ്റെ ഉത്തരവാദി ആ കർത്താവും ഗുണഭേദമനുസരിച്ചിട്ട്, അതായത് സത്ത് ഗുണമാണോ രജോ ഗുണമാണോ തമോ ഗുണമാണോ, ഈ ഭേദമനുസരിച്ചിട്ട് ഇതാ ഏവ 3 വിധത്തിൽ തന്നെ പ്രോച്യതേ പറയപ്പെടുന്നു. അപ്പോൾ താനി അപി യഥാവത് ശൃണു, താനി അപി അവയെയും, ഈ ഗുണത്രയങ്ങളെ 3 തരത്തിലുള്ള ഗുണങ്ങളെ പറ്റിയിട്ടും നീ യഥാസ്വരൂപത്തിൽ, യഥാവത് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ നീ കേട്ട് മനസ്സിലാക്കിക്കൊള്ളൂ എന്നാണ് ഭഗവാൻ പറയണത്. ഭൗതിക പ്രകൃതിയുടെ 3 വ്യത്യസ്ത ഗുണങ്ങൾ അനുസരിച്ചിട്ട് ആ വിധത്തിലുള്ള ജ്ഞാനവും 3 തരമാവും അല്ലേ. സത്വഗുണിയായിട്ടുള്ള ജ്ഞാനം, രജോ ഗുണിയായിട്ടുള്ള ജ്ഞാനം, തമോ ഗുണിയായിട്ടുള്ള ജ്ഞാനം. അപ്പോൾ ജ്ഞാനമായിക്കോട്ടെ, അതിനനുസരിച്ച കർമ്മം അപ്പോൾ ഈ 3 ഗുണങ്ങളിൽ ഏതിലെങ്കിലും ഒന്ന് പെടും. അതേമാതിരി ആ ചെയ്യുന്ന കർമ്മം ചെയ്ത വ്യക്തിയും ഈ 3 ഗുണങ്ങൾക്ക് അധീനത്തിലാവും. എങ്ങനെ അതിനെ പറ്റിയിട്ട് ഇനി കേൾക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭൗതിക പ്രകൃതിയിലെ ഗുണങ്ങളുടെ 3 വിഭാഗങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഇതിൻ്റെ മുമ്പേയും 14-ാമത്തെ അധ്യായത്തിൽ ഗുണത്രയ വിഭാഗ യോഗത്തിൽ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം സത്വഗുണം തേജസ്കരമാണ്, രജോ ഗുണം ഭൗതിക നേട്ടങ്ങളെ ആണ് അതിൻ്റെ ലക്ഷ്യം. ഭൗതിക നേട്ടങ്ങളാണ് രജോ ഗുണത്തിലുള്ള ആ കർമ്മങ്ങളുടെ ഒരു ലക്ഷ്യം. അപ്പോൾ തമോ ഗുണം എന്താ ഉണ്ടാക്കുക? വിമുഖത, മന്ദത, ആലസ്യം അല്ലേ,
അതൊക്കെയാണ് തമോ ഗുണം ഉണ്ടാക്കുക. അത് കാരണം അതിൻ്റെ കർമ്മങ്ങൾ അപ്രകാരം തന്നെയാവും, അതിൻ്റെ കർത്താവും അപ്രകാരമാവും, അജ്ഞാനവും അപ്രകാരമാവും. അപ്പം പ്രകൃതിജങ്ങളായിട്ടുള്ള ഈ 3 ഗുണങ്ങളും ബന്ധനം ഉണ്ടാക്കുന്നവയാണ്. ഇത് മുക്തി നൽകുന്നവയല്ല. ഇപ്പോൾ സത്വഗുണത്തിലും ബന്ധനമുണ്ട് അല്ലേ? നമ്മൾ കേട്ടിട്ടാവും, സ്വർണം കൊണ്ടുള്ള ചങ്ങലയാണെങ്കിലും കെട്ടിയിട്ടാൽ അത് ബന്ധനം തന്നെയാണ്. സ്വർണം കൊണ്ടുള്ളൊരു കൂട്ടിലാണെങ്കിലും പക്ഷി അതിൻ്റെ ഉള്ളിൽ ബന്ധനസ്ഥൻ തന്നെയാണ്. അതേമാതിരി സത്വഗുണിയാണെങ്കിലും നമ്മുടെ ആത്മാവ് സത്വഗുണത്താൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. സത്വഗുണിയായിട്ടുള്ള ആ ബന്ധനത്തിൽ പെട്ട് കിടക്കുകയാണ്. മുക്തനാവാൻ അതിന് സാധ്യമല്ല. അപ്പോൾ വ്യത്യസ്ത ഗുണപ്രധാനികളാകയാൽ വിഭിന്ന സ്വഭാവികളായിട്ടുള്ള മനുഷ്യർ പലതരത്തിലുള്ള ഉപാസനാഭേദങ്ങളെ പറ്റിയിട്ടും ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 17-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു തരണ്ടായി ഗുണത്രയ വിഭാഗ യോഗത്തിൽ. അതുമാതിരി ആ 17-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഉപാസനാഭേദങ്ങളെ പറ്റി പറയണ്ടായി. 3 ഗുണങ്ങൾക്കനുസരിച്ചിട്ട് ജ്ഞാനം, കർമ്മം, കർത്താവ് എന്നിവയ്ക്ക് വരുന്ന വ്യത്യാസങ്ങളെ കുറിച്ചിട്ടാണ് ഇനി ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് അർജുനന്. ഇനി സത്വഗുണത്തിനെ പറ്റിയിട്ട് ആദ്യം, അസത്വഗുണിയായിട്ടുള്ള ജ്ഞാനത്തിനെ പറ്റിയിട്ടാണ് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്. സർവഭൂതേഷു യേനൈകം ഭാവമവ്യയമീക്ഷതേ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം. ഏന സർവഭൂതേഷു ഏകം അവ്യയം ഭാവം. ഏതൊരു ജ്ഞാനം കൊണ്ട്, ഏതൊരു ജ്ഞാനം കൊണ്ടാണോ സർവഭൂതേഷു എല്ലാ ജീവജാലങ്ങളിലും, സർവഭൂതങ്ങളിലും അഥവാ എല്ലാ ജീവജാലങ്ങളിലും, അത് ചരമായിരിക്കാം അചരമായിരിക്കാം, ഏകം അവ്യയം ഭാവം, ഏകം ഒരേ ഭാവത്തിൽ അവ്യയം ഭാവം, നാശമില്ലാത്ത അവ്യയമായിട്ടുള്ളത്. കാരണം ആത്മാവിന് എപ്പോഴേലും നാശം വരുന്നുണ്ടോ? ആത്മാവ് ഒരിക്കലും നശിക്കില്ല. അപ്പം അവ്യയമായിട്ടുള്ള ആ ഭാവത്തെയും വിഭക്തേഷു, വിഭിന്നങ്ങളായിട്ടുള്ളവരെ, വിഭക്തം ഓരോ അനേകം ശരീരങ്ങളുണ്ട് അല്ലേ? പക്ഷെ അനേകം ജീവാത്മാക്കളില്ല. അതിന് തോന്നുകയാണ് അതിൻ്റെ ഉള്ള. പക്ഷേ പരമാത്മാവിൻ്റെ ശക്തി എല്ലാവരിലും സമമായിട്ടാണ്. ഇതിന് മുമ്പിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണോ ഒരു മാലയുടെ കൂടെ അതിൻ്റെ ആ നൂല് പോണത്, അതേമാതിരി പരമാത്മാവിൻ്റെ ശക്തി എല്ലാത്തിലും സമമായിട്ട് പോകണു എന്ന് നമ്മൾ ഇതിന് മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. വിഭക്തേഷു അവിഭക്തം, വിഭിന്നങ്ങളായവയിൽ അവിഭക്തമായിട്ട് എന്ന് പറഞ്ഞാൽ ഭിന്നമല്ലാണ്ട്. ഭഗവാൻ ഖണ്ഡിതനല്ല അല്ലേ? ഭഗവാൻ ഏകനാണ്. ഖണ്ഡിതമായിട്ട് നമുക്ക് തോന്നുകയാണ് ഈ ശരീരത്തിലുണ്ട് ശരീരത്തിലുണ്ട് എന്നുള്ള തോന്നുകയാണ്. എല്ലാ ശരീരത്തിലും ഭഗവാൻ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഈക്ഷതേ അങ്ങനെ മനസ്സിലാക്കണു. ആ വ്യക്തി ആര്? ആ സത്വഗുണിയായിട്ടുള്ള വ്യക്തി അത് മനസ്സിലാക്കണു. ഇവിടെ ഈ കാണുന്നതിലെല്ലാം ഭഗവാന്റെ വിസ്താരമാണ്. ഭഗവാൻ തന്നെയാണ് എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നത് എന്നുള്ള തജ്ഞാനം സാത്വികം വിദ്ധി. അത്തരത്തിലുള്ള ജ്ഞാനം സാത്വികമാണ് എന്ന് നീ മനസ്സിലാക്കണം അർജുന എന്നാണ് ഭഗവാൻ പറയണത്. അസംഖ്യം രൂപങ്ങളിൽ ഭിന്നമായി കാണപ്പെടുന്നു എങ്കിലും എല്ലാ ജീവജാലങ്ങളിലും അവിഭക്തമായിട്ട് എന്ന് പറയുന്ന വിഭജിക്കാതെ ഏകസ്വരൂപമായിട്ട് ഒരേ ആധ്യാത്മിക പ്രകൃതിയെ കാണാൻ അഥവാ ഒരേ പരമാത്മാവിനെ കാണാൻ കഴിയണ ജ്ഞാനത്തിന് ഏതാണോ അതാണ് സാത്വികമായത് എന്ന് അർജുന നീ മനസ്സിലാക്കണം എന്നാണ് ഭഗവാൻ പറയണത്. ദേവനായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, പക്ഷിമൃഗാദികളായിക്കോട്ടെ, ജലജന്തുക്കൾ പിന്നെ സസ്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഇവിടെ എന്തെല്ലാം ഉണ്ടോ എല്ലാം എന്താണ്? ഭഗവാന്റെ തന്നെ ശക്തിയാണ്. സമമായിട്ട് എല്ലാവരിലും വ്യാപിച്ചു നിൽക്കുകയാണ് എന്ന് ആ സത്വഗുണിയായ വ്യക്തിക്ക് അറിയാം. പൃഥക്വേന യജ്ഞാനം നാനാഭാവാൻ പൃഥഗ്വിധാൻ വേത്തി സർവേഷു ഭൂതേഷു തജ്ഞാനം വിദ്ധി രാജസം. ഇനി രാജസത്തിന്, ആ രാജസമായിട്ടുള്ള ജ്ഞാനത്തിനെ പറ്റിയിട്ടാണ് ഭഗവാൻ പറയണത്. പൃഥക്വേന യജ്ഞാനം, വേറെ വേറെ ഓരോന്നാണ് എന്ന് വിചാരിക്കണ ജ്ഞാനം. ഇവിടെ ഒരു ശരീരം, അതിനൊരു ആത്മാവ്, പിന്നെ വേറൊരു ശരീരം, അതിനൊരു വേറെ ആത്മാവ് എന്നുള്ള ചിന്താഗതി യജ്ഞാനം. അങ്ങനത്തെ ജ്ഞാനമാവട്ടെ സർവഭൂതേഷു പൃഥക് വിധാൻ, എല്ലാ ജീവജാലങ്ങളിലും വേറെ വേറെയാണ് എന്നുള്ള നാനാഭാവങ്ങളെ
പുലർത്തുന്നവൻ, നാനാഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഉന്നതമായത് നീചമായത് എന്നുള്ള അല്ലേ. അപ്പോൾ പക്ഷിമൃഗാദികളിലാണ് ഗരുഡൻ എന്ന് പറഞ്ഞാൽ ഉന്നതമായ ഒരു ജീവനാണ്, ജീവാത്മാവാണ്. കാക്ക അല്ലെങ്കിൽ കഴുകനൊക്കെ വളരെ വളരെ നികൃഷ്ടമായതാണ് എന്ന് വിചാരിക്കണു അത്തരം രാജസക്കാര്. മാതിരി മൃഗങ്ങളിലും വിചാരിക്കും പശു വളരെ ഉന്നതമാണ്, നല്ലതാണ് എന്ന് വിചാരിക്കും. പക്ഷേ ഈ കഴുത അല്ലെങ്കിൽ അതുമാതിരി അവരൊക്കെ നികൃഷ്ടമാണ് വിചാരിക്കും. അല്ല, ജീവാത്മാവെല്ലാം പവിത്രമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ രാജസക്കാരത് മനസ്സിലാക്കില്ല. അതുമാതിരി മനുഷ്യരിലെ ബ്രാഹ്മണരുടെ ആത്മാവ് വളരെ നല്ലതാണ്. ഒരു ചാണ്ടാലിൻ്റെ ശരീരം അല്ലെങ്കിൽ അവൻ്റെ ആത്മാവ് വളരെ നികൃഷ്ടമാണ് എന്ന് ഈ രാജസത്തിൽ ഉള്ളവർ വിചാരിക്കണു. അത് അങ്ങനെ ഓരോ ഭൂതങ്ങളിലും വേറെ വേറെ അങ്ങനെ നാനാഭാവങ്ങളിൽ ആയിട്ട് ആരറിയുന്നുവോ തജ്ഞാനം രാജസംവിധി, അത്തരത്തിലുള്ള ജ്ഞാനത്തിന് രാജസമാണ് എന്ന് മനസ്സിലാക്കണം അർജുന എന്നാണ് ഭഗവാൻ പറയണത്. ഓരോ ശരീരത്തിലും വെവ്വേറെ തരത്തിലുള്ള ഓരോ ജീവാത്മാവ് കുടികൊള്ളുന്നു എന്ന് തോന്നിക്കുന്ന ജ്ഞാനം രാജസമാണ് എന്ന് നീ മനസ്സിലാക്കണം. വേറെ തരത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഭൗതിക ശരീരമാണ് ജീവാത്മാവ് എന്ന് വിചാരിക്കണം. കാരണം ജീവാത്മാവ് ഉണ്ടെന്ന് അവർക്കറിയാം, പക്ഷെ ആ ഭൗതിക ശരീരത്തിനെ ആശ്രയിച്ചിട്ടാണ് അതിൻ്റെ നിൽപ്പ്. കാരണം ഉന്നതമായ ഒരു ശരീരമാണ്, വളരെ ശ്രേഷ്ഠമായ ശരീരമാണെങ്കിൽ ആ ആത്മാവ് വളരെയധികം ശ്രേഷ്ഠമാണ്. നികൃഷ്ടമാണെങ്കിൽ ആ ജീവാത്മാവ്, ശരീരം നികൃഷ്ടമാണോ ജീവാത്മാവ് നികൃഷ്ടമാണ് എന്ന് ആ വ്യക്തികൾ മനസ്സിലാക്കണു. അതുമാതിരി ദേഹനാശത്തോടുകൂടെ അവരുടെ ആ ജീവൻ്റെ അല്ലെങ്കിൽ ആ ശരീരത്തിലത്തെ ആത്മാവും നശിക്കണു. ഈ ശരീരമാണ് ആത്മാവ് എന്നവർ അങ്ങനെ പല തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തണു. അതുമാതിരി മനുഷ്യന് മാത്രമേ ചിലരിങ്ങനെ വിചാരിക്കണു, അതാണ് ജീവജാലങ്ങളെയൊക്കെ പിടിച്ച് ഭക്ഷിക്കണത് അല്ലേ. കാരണം എന്താ, അവർ വിചാരിക്കണം മനുഷ്യർക്ക് മാത്രമേ ആത്മാവുള്ളൂ, മറ്റുള്ള ജീവജാലങ്ങൾക്ക് ഈ മൃഗങ്ങളായിക്കോട്ടെ പക്ഷികളായിക്കോട്ടെ അവർക്കൊന്നും ആത്മാവില്ല, അവരെ കൊന്നാലും തിന്നാലും ഒന്നും ഒരു പാപമില്ല എന്ന് അങ്ങനത്തെ ചില മിഥ്യ വിചാരങ്ങൾ ചിലർ വെച്ച് പുലർത്തണം. അപ്പം അങ്ങനെ അത്തരക്കാരുടെ ആ ജ്ഞാനം വളരെ രാജസ വിഭാഗത്തിൽ പെട്ടു എന്നാണ് ഭഗവാൻ പറയണത്. ഇനി താമസജ്ഞാനത്തിനെ പറ്റിയിട്ടാണ് പറയണത്. യത്തു തൃഷ്ണമതേ കസ്മിൻ കാര്യേ സക്തമഹേതുകം അതത്വാർത്ഥവദൽപഞ്ച തത്താമസമുദാഹൃതം. യത്തു ഏത് തരത്തിലുള്ള ഒരു ജ്ഞാനമാകട്ടെ, എത്തു എന്ന് പറഞ്ഞാൽ ഇനി വേറൊരു തരത്തിലുള്ള ജ്ഞാനത്തിനെ പറ്റി പറയാണ്. ഏകസ്മിൻ കാര്യേ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിൽ കൃഷ്ണവത് സമ്പൂർണ്ണം, ഞാൻ ചെയ്തത് സമ്പൂർണമായി എന്നുള്ള ആ ബോധം വെച്ച് പുലർത്തിയിട്ട് അതിൽ ആസക്തനാകുന്നു. ഞാൻ ചെയ്തത് വളരെ ബെസ്റ്റാണ് എന്നങ്ങോട്ട് ഒരു മിഥ്യാധാരണയിൽ അതിൽ ആസക്തനാവണോ, ഞാൻ ചെയ്തത് വളരെ ശരിയായി എന്ന്. അത് നിയമത്തിന് വിരുദ്ധമാണോ അല്ലെങ്കിൽ നിയമത്തിന് അധീനമാണോ എന്നൊന്നും കണക്കാക്കില്ല. ഇത് ന്യായമാണോ അന്യായമാണോ ഒന്നും നോക്കില്ല. ഈ ചെയ്തത് പൂർണ്ണമാണ് അങ്ങോട്ട് സങ്കല്പിക്കും. എന്നിട്ട് അത് ആസക്തനാകുന്നു. അഹേതുകം അതത്വാർത്ഥവത്, അകാരണവും തത്വാർത്ഥഹീനവും അൽപഞ്ച, അല്പം ആയിട്ടുള്ളത്, ക്ഷുദ്രവുമായിട്ടുള്ള വളരെ അല്പത്വം എന്ന് പറഞ്ഞാൽ വളരെ ക്ഷുദ്രവുമായിട്ടുള്ള തത്താമസം ഉദാഹൃതം, അത്തരം കർമ്മങ്ങളൊക്കെ എന്താണ്, അത്തരം ജ്ഞാനം കർമ്മമല്ല, അത്തരം ജ്ഞാനം എന്താണെന്ന് ഭഗവാൻ പറയണത് താമസജ്ഞാനമാണ്. അപ്പം ആ എല്ലാറ്റിനും ഒരു കാരണമുണ്ട് അല്ലേ. അപ്പം ആ കാരണത്തിനെ പറ്റി അന്വേഷിക്കൊന്നുമില്ല. കണ്ടതന്നെ അല്ലെങ്കിൽ എന്താണോ തൻ്റെ ശരീരമാണ് സർവസ്വം, അത് കാരണം ഈ ശരീരം കൊണ്ട് എന്തു ചെയ്തു അതെല്ലാം പൂർണ്ണമായി എന്ന് പറഞ്ഞിട്ട് അതിലങ്ങോട്ട് ആസക്തരാവും. അത്തരത്തിലുള്ള ജ്ഞാനം അത് താമസമാണ് എന്നാണ് ഭഗവാൻ പറയണത്. താൻ ഇതുവരെ കണ്ടത് അത് ശരിയാണ്, ആ കണ്ടതിൻ്റെ പിന്നിൽ കാരണം എന്താണെന്ന് അവർ അന്വേഷിക്കാൻ പോവില്ല, തത്വാർത്ഥത്തിനെ പറ്റി ചിന്തിക്കില്ല. അത് നിസ്സാര കാര്യത്തിൽ അതീവ താല്പര്യം, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, അതിൻ്റെ ലാഭം വളരെ ചെറുതായിരിക്കും, പക്ഷെ അതിൽ വളരെ താല്പര്യത്തോടു കൂടെ അതിനെ അങ്ങനെ ഘോഷിച്ചും കൊണ്ട് നടക്കും. അപ്പം ആ അറിവ് തമോ ഗുണാത്മകമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. നിയതം സംഗരഹിതം അരാഗദ്വേഷദകൃതം അഫലപ്രേസുനാ കർമ്മ യത്തസാത്വികമുച്യതേ. ഇനി കർമ്മങ്ങളെ ജ്ഞാനത്തിനെ പറ്റി പറഞ്ഞു. ഇനി കർമ്മങ്ങളുടെ 3 ഗുണങ്ങളെ പറ്റിയിട്ടാണ് ഭഗവാൻ പറയുന്നത്.
അഫലപ്രേപ്സുന, ഫലാസക്തി ഇല്ലാത്തതിനാൽ, അഫലപ്രേപ്സുന, ആ ഫലങ്ങളിൽ യാതൊരു താല്പര്യമോ ആസക്തിയോ ഇല്ല. നിയതം സംഗരഹിതം അരാഗദ്വേഷത. നിയതം, നിയതം എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട്, നിയമത്തോടു കൂടെ എന്ന് പറഞ്ഞാൽ നിയതമായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ഒരു ഇടയിൽ നിർത്തുമൊന്നുമില്ല. അത് തൻ്റെ കർത്തവ്യമാണ് എന്നും പറഞ്ഞിട്ട് ആ വേദസമ്മതമായിട്ടുള്ള കാര്യങ്ങളെ തുടർന്നുകൊണ്ടേയിരിക്കും നിയതമായി. പിന്നെ സംഘരഹിതമായിട്ട് എന്ന് പറഞ്ഞാൽ അതായിട്ട് യാതൊരു ആസക്തി ഇല്ലാണ്ട്, അത് പറഞ്ഞാൽ ആ കർമ്മമായിട്ടോ ആ കർമ്മത്തിൻ്റെ ഫലമായിട്ടോ ആ വ്യക്തിക്ക് യാതൊരു ആസക്തിയില്ല. തൻ്റെ കർത്തവ്യം എന്ന ഭാവത്തിൽ തുടർന്നുകൊണ്ടിരിക്കും, തൻ്റെ കർമ്മത്തിലെ തുടർന്നുകൊണ്ടിരിക്കും. അരാഗദ്വേഷത, അതിൽ എന്തെങ്കിലും ആസക്തിയോ രാഗവോ ദ്വേഷമോ ഉണ്ടോ? ഇല്ല. ചിലപ്പോൾ അത് സമുദായത്തിന് അത്ര ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമായിരിക്കാം, പക്ഷെ അതിനോട് യാതൊരു ദ്വേഷവും ഇല്ല. ഇത് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞാൽ വഴിയടിച്ചു വരിക, വൃത്തിയാക്കുക, അങ്ങനെ പറഞ്ഞാൽ സമുദായത്തിൻ്റെ കണ്ണിൽ കുറച്ച് ചെറുതായിട്ട് തോന്നുന്ന ഒരു ജോലി ആയിക്കോട്ടെ, പക്ഷേ ഈ വ്യക്തിക്ക് അതിന് യാതൊരു മടിയില്ല. അതിനോട് ഈ ഒരു ദ്വേഷമോ അല്ലെങ്കിൽ ഉന്നതമായ കാര്യമാണെന്ന് വെച്ചിട്ട് അതിനോട് ആസക്തി ഒന്നുമില്ല. കൃതം യത് കർമ്മ, അങ്ങനെ ചെയ്യപ്പെടുന്ന ഒരു കർമ്മം, യാതൊരു കർമ്മമുണ്ടോ അത് സാത്വികം ഉച്ചതേ. അത്തരം കാര്യങ്ങളെ, അത്തരം കർമ്മത്തിനെ സാത്വികം എന്ന് പറയപ്പെടുന്നു. അനാസക്തമായിട്ടും നിയമാനുസൃതമായിട്ടും അത് തുടർച്ചയായിട്ടും, അതിനൊരു ഇടയിലൊരു ബ്രേക്കൊന്നുമില്ല. നിയമാനുസൃതമായിട്ട് തൻ്റെ കർത്തവ്യം എന്ന ഭാവത്തിൽ അതിനെ തുടർന്നുകൊണ്ടേ ചെയ്യും ആ കാര്യം. പിന്നെ രാഗദ്വേഷരഹിതമായിട്ടും ഫലാസക്തി ഇല്ലാതെയും നിയന്ത്രിതമായ വിധത്തിൽ, നിയന്ത്രിതമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വേദസമ്മതമായിട്ടുള്ള രൂപത്തിൽ ചെയ്യുന്ന കർമ്മം സാത്വികമാണ് എന്ന് പറയുന്നു എന്നാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. സമൂഹത്തിലെ പല വിഭാഗങ്ങൾക്കും അവരവരുടെ വർണ്ണാശ്രമങ്ങൾക്കനുസരിച്ചിട്ട് ശാസ്ത്രങ്ങൾ അനുവദിച്ചിട്ടുള്ള കർമ്മങ്ങളുണ്ട്, അനുശാസിക്കുന്ന കർമ്മങ്ങളുണ്ട്. അതിനെ നിയത കർമ്മങ്ങൾ എന്ന് പറയണു. അവ കർത്തൃത്വ അവകാശം, ഇതെനിക്ക് അവകാശപ്പെട്ട കർമ്മമാണ് എന്നുള്ള അവകാശബോധമോ അല്ലെങ്കിൽ അങ്ങനെ ഇതിനെ പറ്റിയിട്ട് ആ വാദങ്ങളൊന്നുമില്ല, അതിനോട് ആസക്തിയില്ല. അതിന്നുണ്ടാവണ രാഗദ്വേഷങ്ങളോ ഇല്ലാണ്ട് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി, ഭഗവത് പ്രീതിക്ക് വേണ്ടി, ആ പരമാത്മാവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്, ആ പരമാത്മബോധത്തോടു കൂടിയിട്ട് വേണം അനുഷ്ഠിക്കാൻ. അതിൽ ചിലപ്പോൾ ലാഭം വരാം, നഷ്ടം വരാം, ആ ചിന്തയൊന്നും ഇല്ലാണ്ട് അതിൽ നിന്നുളവാകുന്ന സംതൃപ്തിക്കോ ആത്മാഭിമാനത്തിനോ ഒന്നും യാതൊരു വിലയും കൽപ്പിക്കാണ്ട് ചെയ്യുന്ന കർമ്മമാണ് സാത്വികം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി രാജസ കർമ്മത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. യത്തു കർമ്മേപ്സുനാ കർമ്മ സഹങ്കാരേണ വാ പുനഃ ക്രിയതേ ബഹുലായാസം തദ്രാജസമുദാഹൃതം. പുനഃ വീണ്ടും വീണ്ടും ഒരു കാര്യത്തിൻ്റെ ലാഭം കിട്ടി അതിനെ വീണ്ടും വീണ്ടും ചെയ്യും. അതാണ് രാജസക്കാരുടെ സ്വഭാവം. വീണ്ടും വീണ്ടും പുനഃ വീണ്ടും. കാമേപ്സുന, ഫലപ്രാപ്തിയിൽ ആസക്തനായവനാൽ, അല്ലെങ്കിൽ ആ ഫലപ്രാപ്തിയിൽ ആയാൽ സഹങ്കാരേണവ, അഹങ്കാരയുക്തനായവനായാലോ, ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള അഭിമാനത്തോടു കൂടിയവനായാലോ, ബഹുലായാസം, അത്യന്തം ക്ലേശമുണ്ട്, ആ കാര്യം ചെയ്യാൻ വളരെയധികം ക്ലേശപ്പെടുന്നുണ്ട്, ശാരീരികമായിട്ടും അല്ലെങ്കിൽ പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. എന്നിട്ടും യത് കർമ്മതു ക്രിയതേ, യാതൊരു കർമ്മത്തിനെ ഇതെല്ലാം സഹിച്ചിട്ടും ചെയ്യുന്നുണ്ടോ തത് രാജസം ഉദാഹൃതം, ആ കർമ്മത്തിനെ രാജസം എന്ന് പറയപ്പെടുന്നു. വീണ്ടും വീണ്ടും ഒരു ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ട്, ഒരു പ്രാവശ്യം ചെയ്തു എന്ന് ഫലം കിട്ടി, വീണ്ടും വീണ്ടും തന്നെ ചെയ്യണം, എനിക്കിനിയും ഫലം കിട്ടണം എന്നുള്ള ആ ബോധത്തോടു കൂടെ തൻ്റെ ആഗ്രഹങ്ങളെ നിറവേറ്റാനായിട്ട്, അല്ലെങ്കിൽ മിഥ്യാഹംഭാവം കൊണ്ടോ വളരെയധികം പ്രയാസപ്പെട്ടിട്ട് ചെയ്യണ കർമ്മമാണ് രാജസ കർമ്മം. അതിന് വളരെയധികം ക്ലേശം അനുഭവിക്കേണ്ടി വരും, വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. പക്ഷെ എന്നാൽ ആ വ്യക്തി അത് ചെയ്തുകൊണ്ടേയിരിക്കും.
അനുബന്ധം ക്ഷയം ഹിംസ അനാപേക്ഷ പൗരുഷം മോഹാദാരഭ്യതേ കർമ്മ യത്താമസമുച്യതേ. അനുബന്ധം അനുബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പരിണാമ ഫലങ്ങൾ ഇതായിട്ട് ആ ചെയ്ത കർമ്മത്തിൻ്റെ അനുബന്ധമായിട്ട് വരുന്ന പരിണാമങ്ങൾ അല്ലെങ്കിൽ തിരിച്ചടികൾ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പരിണാമ ഫലങ്ങൾ ക്ഷയം ഹിംസ പൗരുഷം ച. ക്ഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ തന്നെ ആ പുണ്യങ്ങൾ ക്ഷീണിക്കുക, അല്ലെങ്കിൽ പാപങ്ങൾ നേടേണ്ടി വരും. ക്ഷയം നമ്മുടെ പുണ്യങ്ങൾ ക്ഷീണിച്ചു പോകും. അത് എന്താണ് അത് കാരണം? ഹിംസ, അന്യനെ പീഡിപ്പിക്കുക, അന്യനെ കഷ്ടപ്പെടുത്തുക. ജന്തു ഹിംസയൊക്കെ ചെയ്യണു, മനുഷ്യരെ ഹിംസിക്കണു അല്ലേ? അപ്പം അങ്ങനെ അപ്പം എന്തുണ്ടാവും? അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും. പൗരുഷം ച, തൻ്റെ സാമർഥ്യത്തിനെയും അനപേക്ഷ ആ പ്രത്യാഘാതങ്ങളെയും കണക്കാക്കുന്നത്. ഇതിൻ്റെ എന്താ പരിണതി ഫലം വരിക എന്ന് പറഞ്ഞ് ചിന്തിക്കില്ല. ഇതിൻ്റെ തിരിച്ചടി എന്ത് കിട്ടുന്ന ശ്രദ്ധിക്കില്ല. അതിനെ കണക്കാക്കാതെ മോഹാദ്യ കർമ്മ ആരഭ്യതേ. മോഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിട്ടുള്ള ആ എന്താ അതിനോട് ഉള്ള അമോഹം എന്ന് പറഞ്ഞാൽ അതിനോടുള്ള ആസക്തി, അതിനോടുള്ള ആ താല്പര്യം, ആ കടുത്ത താല്പര്യം, അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ആ അജ്ഞാനം കാരണമാണല്ലോ സംഭവിക്കുന്നത്. ആ അജ്ഞാനവശാൽ അല്ലെങ്കിൽ അതിൻ്റെ ആസക്തിയിൽ പെട്ടിട്ട് യത് കർമ്മ ആരഭ്യത, ഏതൊരു കർമ്മത്തിനെ തുടങ്ങുന്നുണ്ടോ ആരംഭിക്കുന്നുണ്ടോ തത് താമസമുച്യതേ, അത് താമസ കർമ്മമാണ് എന്നാണ് ഭഗവാൻ പറയുന്നുണ്ടാവുന്നത്. പലരും അന്യരെ ദ്രോഹിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലേ, നമുക്ക് കേട്ടിട്ടുണ്ട്. അങ്ങനെ പല പല പൂജകളൊക്കെ അന്യനെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്നു. താൽക്കാലികമായിട്ട് അവർക്കൊരു അവരുടെ ശത്രുവിനൊരു നാശം വന്നു വെച്ചാൽ അവർക്ക് താൽക്കാലികമായിട്ട് മനസ്സിൻ്റെ ഒരു സന്തോഷം വന്നു എന്നുണ്ടാവും. ലാഭമൊന്നും കിട്ടില്ല. സ്വന്തം വല്ല ലാഭവും കിട്ടില്ല. പക്ഷേ ആ അന്യനെ ദ്രോഹിച്ച എന്തോ ഒരു തരം വിചാരം, ഒരു അന്യനെ ദ്രോഹിച്ച കിട്ടുന്ന ഒരു സുഖം കാണുമായിരിക്കും. അപ്പം അത് താൽക്കാലികമാണ്, ക്ഷുദ്രമാണ്, അല്പസമയത്തേക്കുള്ളതാണ്. പക്ഷേ അതിൽ നിന്നുണ്ടാവണ കെട്ടുപാടുകൾ, പ്രത്യാഘാതങ്ങൾ, ബാധ്യതകൾ ഒന്നും അതിൻ്റെ ഫലങ്ങൾ വളരെ വലുതായിരിക്കാം. ജന്മജന്മങ്ങൾ അത് അനുഭവിക്കേണ്ടി വരും. അന്യർക്കുണ്ടാക്കണ ആ നാശത്തിനെ, ക്ലേശത്തിനെ അവഗണിച്ചുകൊണ്ട്. കാരണം അവർക്ക് വരുന്ന ആ ദുഃഖങ്ങളെ അവർ താൽക്കാലികമായിട്ട് അനുഭവിച്ചു. പക്ഷെ ആ ദുഃഖം കൊടുത്ത വ്യക്തിക്ക് അത് അനേകം ജന്മങ്ങളോളം അത് അനുഭവിച്ചു കൊണ്ടിരിക്കേണ്ടി വരും. പിന്നെയോ അത് ശാസ്ത്ര നിർദ്ദേശങ്ങൾക്ക് എതിരാണത്. കാരണം ഇത്തരം കർമ്മങ്ങളൊക്കെ എന്താണ്? ശാസ്ത്ര നിർദ്ദേശങ്ങൾക്ക് എതിരായതാണ്. അത് വ്യാമോഹം അഥവാ അജ്ഞാനം മൂലം ചെയ്യുന്നതാണ്. അത്തരം കർമ്മങ്ങളാണ് അത്രേ താമസം എന്നാണ് ഭഗവാൻ പറയണത്. ഇനി യഥാർത്ഥ ത്യാഗത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ത്യാഗസന്യാസങ്ങളെ പറ്റിയിട്ടാണ് അർജുനൻ ജിജ്ഞാസ പ്രകടിപ്പിച്ചത്. അപ്പോൾ പല ഋഷികൾക്കും തമ്മിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഇവിടെ ഭഗവാന്റെ അഭിപ്രായത്തിനെയാണല്ലോ ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പം ഇതുവരെ 3 തരത്തിലുള്ള കർമ്മങ്ങളെ പറ്റി പറഞ്ഞു. ഇനി ഭഗവാൻ ആ തരം കർമ്മങ്ങൾ ചെയ്യണ ആ കർത്താവിനെ പറ്റിയിട്ട് എന്നെയാണ് പറയണത്. ആ കർത്താവിൻ്റെ 3 ഗുണങ്ങളെ പറ്റിയിട്ടാണ് വിവരിക്കുന്നത്. മുക്തസംഗോനഹം വാദി ധൃത്യുസാഹസമന്വിത സിദ്ധ്യോ നിർവികാര കർത്താ സാത്വിക ഉച്യതേ. മുക്തസംഗ എന്ന് പറഞ്ഞാൽ ബലാസക്തിയിൽ നിന്ന് മുക്തനായിട്ട്, ആദ്യം ഇവിടെ സത്വഗുണിയായിട്ടുള്ള വ്യക്തിയുടെ കാര്യമാണ് പറയണത്. അപ്പം ബലാസക്തി അല്ലെങ്കിൽ ഭൗതികമായ ആ ബന്ധങ്ങളിൽ നിന്ന് മുക്തനായിട്ട്, അനഹംവാദി മിഥ്യാഹങ്കാര ശൂന്യനായിട്ട്, ഞാൻ ചെയ്യുന്നു, ഇത് എൻ്റെയാണ് എന്നുള്ള ആ ഭാവൻ അല്ലെങ്കിൽ അത്തരം മിഥ്യാഹങ്കാരങ്ങളോ ഞാൻ ചെയ്യുന്നു എന്ന ഭാവമോ ഇല്ലാതെ ധൃത്യുത്സാഹസമന്വിത. ധൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൃഢനിശ്ചയം. നല്ല ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് ഉത്സാഹത്തോടും കൂടിയിട്ടുള്ളവനായിട്ട് സിദ്ധ്യ എന്ന് പറഞ്ഞെങ്കിൽ ഒരു കാര്യം നേടി, അത് ലക്ഷ്യത്തിലെത്തി, ആ സിദ്ധി നേടിയില്ല, സിദ്ധ്യോ ആ ലക്ഷ്യം പ്രാപ്തമായില്ല,
എന്നാൽ രണ്ടിലെങ്ങനെയാണ് നിർവികാര, യാതൊരു വികാരങ്ങളുമില്ല, അല്ലെങ്കിൽ യാതൊരു ഉത്തേജനങ്ങളുമില്ല, അക്ഷോഭ്യനായിട്ട് ഒരു ക്ഷോഭങ്ങളുമില്ല. സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആഹ്ലാദിക്കൂല്ല, കാര്യം ലക്ഷ്യം നേടിയാൽ ആഹ്ലാദിക്കൂല്ല, ലക്ഷ്യം നേടിയില്ലെങ്കിൽ ആകെ ദുഃഖിതനാവില്ല. വളരെ കൂടസ്ഥനായിട്ട് അഥവാ നിർവികാരനായിരിക്കുന്ന കർത്താ സാത്വിക ഉച്ചതി. അത്തരം കർത്താവിനെ, അത്തരം ആ കർമ്മം ചെയ്ത വ്യക്തിയെ സാത്വികൻ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ മിഥ്യാഹങ്കാരം ത്യജിച്ച് സ്ഥിരനിശ്ചയത്തോടെ ഉത്സാഹത്തോടു കൂടിയും ജയ അപജയങ്ങൾ, അല്ലെങ്കിൽ ആ സിദ്ധിയായി അഥവാ ലക്ഷ്യം നേടിയില്ല, ഈ രണ്ടവസ്ഥയിലും അക്ഷോഭ്യനായിട്ട് പ്രവർത്തിക്കുന്നവനാണ് സാത്വികൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. രാഗീ കർമ്മഫല പ്രേപ്സുർലുബ്ധോ ഹിംസാത്മകോ അശുചി ഹർഷശോകാന്യത കർത്ത രാജസ പരികീർത്തിത. രാഗി കർമ്മഫല പ്രേപ്സു, രാഗി എന്ന് പറഞ്ഞാൽ ആസക്തനായിട്ട്, ആ കർമ്മത്തിൽ അല്ലെങ്കിൽ ആ കർമ്മഫലത്തിൽ ആസക്തനായിട്ട്, കർമ്മഫല പ്രേപ്സു കർമ്മഫലങ്ങളിൽ അത്യന്തം അഭിനിവേശം, കർമ്മഫല പ്രേപ്സു അതിലങ്ങോട്ട് മുഴുകിയവനായിട്ട്, അതിന് അത്യന്തം അഭിനിവേശനമുള്ളവനായിട്ട്, ലുബ്ധ ഹിംസാത്മക അശുചി, ലുബ്ധനായിട്ട്, ലുബ്ധൻ എന്ന് പറഞ്ഞാൽ ലോഭം, എന്നാൽ അതിൻ്റെ ആ കർമ്മഫലങ്ങളെ ഭഗവാന് സമർപ്പിക്കാനും കൂടി ആ വ്യക്തി തയ്യാറാവില്ല, അത്രയും ലുബ്ധനാണ്, വിശുദ്ധനാണ്. പിന്നെയോ ഹിംസാത്മക, ഹിംസാ സ്വഭാവമുള്ളവനായിട്ട്, അതിന് തൻ്റെ കാര്യം നേടാൻ വേണ്ടി ആരെ ഹിംസിക്കുന്നതിൽ ആ വ്യക്തിക്ക് യാതൊരു മടിയില്ല. അത് ജീവജാലങ്ങളെയാവാ അന്യ വ്യക്തികളെയാവാ ആർക്ക് എന്ത് കഷ്ടനഷ്ടങ്ങൾ വന്നാലും വേണ്ടില്ല, എൻ്റെ കാര്യം നന്നായി നടക്കണം എന്നുള്ള ഏക ചിന്തയോട് കൂടിയിട്ട് അശുചി, മനഃശുദ്ധി ഇല്ലാത്തവനായിട്ട്, മനഃശുദ്ധിഹീനനായിട്ട്, ഹർഷശോകാന്വിത കർത്ത രാജസ പരികീർത്തിത. ഹർഷശോകാന്വിത സുഖദുഃഖങ്ങൾക്ക് അധീനനായിട്ട്, കാരണം സുഖദുഃഖങ്ങൾക്ക് അധീനൻ എപ്പോഴാവുക, കാര്യം തൻ്റെ ഇച്ഛിച്ച കാര്യം പൂർണ്ണമായി ലക്ഷ്യം നേടിയാൽ അത്യന്തം ആഹ്ലാദിക്കുന്നവനാവും. അല്ല, ലക്ഷ്യം നേടിയില്ല, ആ ഫലം നന്നായില്ലെങ്കിലോ ദുഃഖിതനാവും. അത്തരം കർത്താവ് രാജസ പരികീർത്തിത, അത്തരം ആ കർമ്മം ചെയ്ത വ്യക്തിയെ രാജസൻ എന്ന് പറയപ്പെടുന്നു. അപ്പം പ്രവൃത്തിയിലും അതിൻ്റെ ഫലങ്ങളിലും ആസക്തനും ആ ഫലങ്ങൾ അനുഭവിക്കുന്നതിൽ അത്യന്തം അഭിനിവേശമുള്ളവനും ലോഭിയും ഈർഷാലുവും വിശുദ്ധിയില്ലാത്തവനും, ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ ഒട്ടും തന്നെ ശുദ്ധിയില്ലാത്തവനും, സുഖദുഃഖങ്ങളാൽ ബാധിക്കുന്നവൻ അല്ലെങ്കിൽ സുഖദുഃഖങ്ങളിൽ ക്ഷോഭിക്കുന്നവൻ, പ്രക്ഷുബ്ധനാവുന്നവൻ, ആ വ്യക്തി, ആ കർത്താവാണ് രാജസൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. നമുക്ക് ഭാഗവത്തിൽ അല്ലേ ഒരു പ്രാചീന ബർഹിസ് ഉണ്ടായിരുന്നു. കുറേ കർമ്മങ്ങൾ ചെയ്ത് സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് യജ്ഞങ്ങൾ നടത്തണ്ടായി. അയുക്ത പ്രാകൃത സ്തബ്ധ ഷഡോ നൈഷ്കൃതികോ അലസ വിഷാദി ദീർഘസൂത്രീജ കർത്താ താമസ ഉച്യതേ. ഇനി താമസിയായിട്ടുള്ള കർത്താവിനെ പറ്റിയിട്ടാണ് ഭഗവാൻ പറയുന്നത്. അയുക്ത പ്രാകൃത സ്തബ്ധ ഷഡ. അയുക്തനാരാണ്? വേദത്തിൽ സമ്മതമല്ലാത്ത, വേദസമ്മതം അല്ലെങ്കിൽ വേദവിഹിതമല്ലാത്ത കർമ്മങ്ങളിൽ വ്യാപൃതം. വേദം അതിനുള്ള അനുവാദം കൊടുത്തിട്ടില്ല, പക്ഷേ ഈ വ്യക്തി ആ കർമ്മം ചെയ്യും, അതിനാണ് ആ വ്യക്തിക്ക് താല്പര്യം. പിന്നെ പ്രാകൃതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതികമായ ലാഭങ്ങളിൽ, ഭൗതികമായ നേട്ടങ്ങളിൽ വളരെയധികം താല്പര്യമുള്ളവനും സ്തബ്ധനാണ് എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ വിനയമില്ലാത്തവനാണ്, തീരെ വിനയമില്ലാത്തവൻ. ഷഠനാണ്. ഷഠൻ എന്ന് പറഞ്ഞാൽ വഞ്ചന ചെയ്യാനും കൂടി മടിക്കില്ല. ആരെ സ്വന്തം താല്പര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ലാഭത്തിന് വേണ്ടി ആരെ വഞ്ചിക്കാനും വ്യക്തിക്ക് യാതൊരു മടിയില്ല. അങ്ങനത്തെ ഒരു ഷഠൻ എന്ന് പറയുന്നു. നൈഷ്കൃതിക എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ദയമായൊന്നുമില്ലാത്ത വ്യക്തി. ഉപദ്രവിക്കും, അന്യനെ വളരെയധികം ഉപദ്രവിക്കും.
അവനവൻ്റെ ലാഭത്തിന് വേണ്ടി അന്യനെ എത്ര ദുഃഖിപ്പിക്കാനോ ഉപദ്രവിക്കാനോ യാതൊരു മടിയില്ല. അലസ അലസനാണ്. സ്വന്തം ശരീരം അനങ്ങിയിട്ടോ അല്ലെങ്കിൽ പണിയെടുക്കാനോ ഒന്നും തയ്യാറില്ല. അതിനെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിച്ച് സ്വന്തം ലാഭം നേടണം. അങ്ങനത്തെ വ്യക്തി. പിന്നെ വിഷാദി ദീർഘസൂത്രീച്ച, വിഷാദിയാണ്. എന്തെന്നെ നല്ലത് വന്നാലും അതിലെന്തെങ്കിലും ദുഃഖം കണ്ടുപിടിക്കും. എപ്പോഴും നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കും. വിഷാദം അതിൻ്റെ ജന്മസ്വഭാവം തന്നെ എന്താണ്? എത്ര നന്മ ഉണ്ടായാലും അതിൻ്റെ 1% കണ്ടുപിടിക്കുക എവിടെ ദുഃഖിക്കാൻ ചാൻസ് ആണ്. അങ്ങനെ വിഷാദം നോക്കിക്കൊണ്ട് നടക്കും. ശോകശീലനാണ്. ദീർഘസൂത്രീച്ച, ദീർഘസൂത്രി എന്ന് പറഞ്ഞാൽ അത് സാരില്ല, അത് പിന്നെ ചെയ്യാം, അത് നാളെ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അതിനെങ്ങനെ ഓരോ കർത്തവ്യങ്ങളെയും ഓരോ കാര്യങ്ങളെയും ഇങ്ങനെ പിന്നേക്ക് മാറ്റി വയ്ക്കും. നാളെ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ഒരിക്കൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത്തരത്തിലുള്ള കർത്ത താമസ ഉച്യതേ. അത്തരത്തിലുള്ള ആ കർത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ വ്യക്തിയെ, ആ കർമ്മം ചെയ്യുന്ന വ്യക്തിയെ താമസൻ എന്ന് അറിയപ്പെടുന്നു. ആ വ്യക്തി എങ്ങനെയാവും? എപ്പോഴും ശാസ്ത്ര നിഷിദ്ധങ്ങളായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവനായിരിക്കും. ഭൗതികവാദിയായിരിക്കും. ആധ്യാത്മികവാദി ഒട്ടും തന്നെ ആവില്ല. ആധ്യാത്മികമായ ചിന്തയേ ഇല്ല. ഭൗതികമായിട്ടുള്ള ലാഭങ്ങളെ പറ്റിയിട്ടും നേട്ടങ്ങളെ പറ്റിയിട്ടും മാത്രമേ ഉള്ളൂ ചിന്ത. പിന്നെ ദുർവാശിക്കാരനാവും. ദുർവാശിയാവും. ആരോടും യാതൊരു വിനയമില്ല. പിന്നെ വഞ്ചകനാവും. മറ്റുള്ളവരെ അപമാനിക്കണേൽ നല്ല സാമർഥ്യവും കാണും അല്ലേ? മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അവരെ അപമാനിക്കുക, മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ അവരെ ദുഃഖിപ്പിക്കുക, അത്ര വ്യക്തി. പിന്നെ അലസൻ, പിന്നെ ദുഃഖിക്കുക, എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ട് അതിന്ന് എന്തെങ്കിലുമൊക്കെ ദുഃഖം കണ്ടുപിടിക്കുക, എൻ്റെ കഷ്ടങ്ങളാണ്, ഇതാണ് അതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ കർത്തവ്യങ്ങളെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക. അന്നൊന്ന് ചെയ്യേണ്ട കാര്യം അന്നൊന്ന് ചെയ്യാണ്ട് അതിങ്ങനെ പിന്നേക്ക് നീട്ടിവെക്കും. അത്തരത്തിലുള്ള വ്യക്തി എന്താണ് പറയണത്? താമസൻ എന്ന് പറയണു എന്നാണ് ഭഗവാൻ പറയണത്. ബുദ്ധേർഭേദം ധൃതേ ചൈവ ഗുണാതസ്ത്രിവിധം ശൃണു പ്രോച്യമാനമശേഷേണ പൃഥക്ത്വേന ധനഞ്ജയ. ഹേ ധനഞ്ജയ, ബുദ്ധേ ധൃതേ ഗുണത. ഹേ ധനഞ്ജയ, ഹേ അർജുന, ബുദ്ധിയുടെയും ധൃതി, നമ്മൾ പറഞ്ഞു ദൃഢനിശ്ചയം അല്ലെ, നിശ്ചയദാർഢ്യം. അപ്പം ആ ബുദ്ധിയുടെയും ദൃഢമായിട്ടുള്ള നിശ്ചയത്തിൻ്റെയും ഭേദത്തിന് ഗുണത, അതിനും തന്നെ 3 ഗുണങ്ങളുണ്ട്. 3 തരത്തിലുള്ള നിശ്ചയങ്ങളുണ്ട്, 3 തരത്തിലുള്ള ബുദ്ധിയുണ്ട് എന്നാണ് ഭഗവാൻ പറയണത്. അവയുടെയും ഗുണത ഏവ, ആ ഗുണമനുസരിച്ച് തന്നെയുള്ള ത്രിവിധം ഭേദം അശേഷേണ പൃഥക്ത്വേന പ്രോച്യമാനം. ആ 3 വിധത്തിലുള്ള ഭേദത്തിനെ, വ്യത്യാസത്തിനെ അശേഷേണ പൃഥക്ത്വേന, മുഴുവനായിട്ടും. അശേഷേണ എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞു തരാനൊന്നും ബാക്കിയുണ്ടാവില്ല, അത്ര മുഴുവനായിട്ടും പറഞ്ഞാൽ പൂർണ്ണമായിട്ടും. പൃഥക്ത്വേന, പിന്നെ വേറെ വേറെ. സത്വഗുണത്തിനെ അല്ലെങ്കിൽ സത്വഗുണിയായ ബുദ്ധിയെ, രജോ ഗുണിയായ ബുദ്ധിയെ, തമോ ഗുണിയായ ബുദ്ധിയെ പറ്റി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പ്രോച്യമാനം, എന്നാൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാം, നീ അതിനെ ശൃണു, നീ അതിനെ ശ്രവിച്ചാലും കേട്ടാലും എന്നാണ് ഭഗവാൻ പറയണത്. ഹേ അർജുന, ഹേ ധനഞ്ജയ, ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളെ അനുസരിച്ചിട്ട് പലതരത്തിലുള്ള ദൃഢനിശ്ചയങ്ങളുണ്ട് അല്ലേ മനുഷ്യരെ. ആ നിശ്ചയങ്ങളും അതുമാതിരി തന്നെ അറിവുകളുണ്ട്. നിശ്ചയങ്ങളുണ്ട്, അറിവുകളുണ്ട്. അവയെക്കുറിച്ചിട്ടുള്ള ഇനി നിനക്ക് വിവരങ്ങൾ ഞാൻ നന്നായിട്ട് പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ പറയണത്. നീ ശ്രദ്ധിച്ച് കേട്ടോളൂ. അപ്പം കർത്താവ് കർമ്മം അഥവാ ജ്ഞാനം, ജ്ഞാനം, ഇതിനെപ്പറ്റി നമ്മൾ നേരത്തെ പറയണ്ടേ അല്ലേ? കർത്താവ് ആ ജ്ഞാനത്തോടു കൂടി കർമ്മം ചെയ്യുന്ന വ്യക്തി അതിൻ്റെ കർത്താവായിട്ട് ആ വിഷയത്തിനെ പറ്റിയിട്ട് അറിഞ്ഞ് അതിനനുസരിച്ച് കർമ്മം ചെയ്താൽ അപ്പം അത് ആ കർമ്മത്തിൻ്റെ കർത്താവായി. പിന്നെ അതുമാതിരി ജ്ഞാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ആണോ അതിനെ പറ്റിയിട്ടുള്ള ആ അറിവിനെ പിന്നെ അറിയേണ്ട വിഷയം പിന്നെ അറിഞ്ഞ വ്യക്തി,
ഇവിടെ 3 ഗുണങ്ങളെ അടിസ്ഥാനത്തിൽ 3 വിധത്തിൽ വിഭജിക്കപ്പെടുന്നത് എങ്ങനെയാണ് ഇതുവരെ ഭഗവാൻ നന്നായിട്ട് വിവരിച്ചു അല്ലേ. ഈ 3 ഗുണങ്ങളിൽ ജ്ഞാനത്തിനെ പറ്റിയിട്ടും ആ ജ്ഞാന വിഷയത്തിനെ പറ്റിയിട്ടും ആ വിദ്വാൻ അല്ലെങ്കിൽ അറിഞ്ഞ വ്യക്തിയെ പറ്റിയിട്ടും ഒക്കെ ഭഗവാൻ നന്നായിട്ട് പറഞ്ഞു കൊടുത്തു. അതിന് ശേഷം ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ജ്ഞാനിയുടെ ബുദ്ധിയെയും നിശ്ചയദാർഢ്യത്തിനെയും ധൃതി എന്ന നിശ്ചയദാർഢ്യം അതിനെയും 3 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ വിഭജിക്കാം എന്നാണ് ഭഗവാൻ വിവരിച്ച് പറയുന്നത്. പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യകാര്യഭയാഭയേ ബന്ധം മോക്ഷം ച യാ വേത്തി ബുദ്ധി സാ പാർത്ഥ സാത്വികി. ഹേ പാർത്ഥ, പ്രവൃത്തിം ച നിവൃത്തിം ച. പ്രവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ. വേദത്തിൽ വർണ്ണാശ്രമങ്ങൾക്കനുസരിച്ചിട്ട് വിഭജിച്ച് തന്ന കാര്യങ്ങൾ, ഈ കർമ്മങ്ങൾ ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ വിഭാഗക്കാർക്ക് ചെയ്യേണ്ടതാണ് എന്നുള്ളത് അത് ചെയ്യാൻ അനുവാദം ഉണ്ട്, വേദസമ്മതമാണ്. പിന്നെ നിവൃത്തിച്ച വേറൊരു എന്താണ്? ചില കാര്യങ്ങളെ ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള അതൊന്ന് ആ ചെയ്യരുതായിട്ടുള്ളതാണ്, അതൊന്ന് വേദസമ്മതമല്ല, അതിനെ നിഷേധിക്കുന്നുണ്ട്. വിധി നിഷേധം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. വിധി എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത്, നിഷേധം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത്. കാര്യകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യം എന്താണ്? കർത്തവ്യമായിട്ടുള്ളത്. പിന്നെ മറ്റേതോ അകർത്തവ്യമായിട്ടുള്ളത്. അത് ചെയ്യേണ്ട ആവശ്യമില്ല, തൻ്റെ കർത്തവ്യമല്ലേ ഓരോ വ്യക്തിക്കും ചെയ്യേണ്ടുള്ളൂ, അന്യൻ്റെ കർത്തവ്യം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം കാര്യം എന്ന് പറഞ്ഞാൽ അവനവൻ ചെയ്യേണ്ട കർത്തവ്യം, അകാര്യം എന്ന് പറഞ്ഞാൽ അവനവൻ ചെയ്യാൻ അത് വിധിച്ചിട്ടില്ല, അത് ചെയ്യേണ്ട കാര്യമില്ല. ഭയാഭയെ, ഭയവും അല്ലെങ്കിൽ അഭയവും എന്ന് പറഞ്ഞാൽ അതിനെ പറ്റി പേടിയോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ചിന്തകളോ ഒന്നുമില്ല. ബന്ധം മോക്ഷം ച, ബന്ധത്തിനെയും മോക്ഷത്തിനെയും പറ്റി യാതൊരു ബുദ്ധി അറിയുന്നുവോ, വേത്തി അറിയുന്നുവോ, യാ ബുദ്ധി വേത്തി, ഏത് ബുദ്ധി അറിയുന്നുവോ, സാ ബുദ്ധി സാത്വികി, ആ ബുദ്ധി സാത്വികി ബുദ്ധിയാണ്. അപ്പോൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, ഏതിനെയാണ് ഭയപ്പെടേണ്ടത്, ഏതിനെയാണ് ഭയപ്പെടേണ്ടാത്തത്, ഇതിനെപ്പറ്റി പേടിക്കേണ്ട. കാരണം നമുക്ക് നീതിക്ക് വിധിച്ചത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട. നമുക്ക് വിധിക്കാത്ത കാര്യം ചെയ്താൽ പേടിക്കേണ്ടി വരും. ഇപ്പം ഏത് കർമ്മമാണ് നമ്മളെ ബന്ധനത്തിലാക്കുക, ഏത് കർമ്മമാണ് നമ്മളെ മോക്ഷത്തിന് ഉപയുക്തമാക്കുക, നമ്മളെ മോക്ഷഗാമികളാക്കുക, ഇതെല്ലാം കാരണമാവുന്നത്, ഇതെല്ലാം അറിയുന്നൊരു വ്യക്തി സാത്വികമായ ബുദ്ധിയോ അല്ലെങ്കിൽ സാത്വികമായ ആ നിശ്ചയത്തോടു കൂടിയും ബുദ്ധിയോടു കൂടിയും ഉള്ളവനാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ശാസ്ത്ര നിർദ്ദേശങ്ങൾ അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നതിനെ അഥവാ അനുഷ്ഠാന അർഹങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നതിനെയാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. തനിക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങളെ ചെയ്യുന്നത് പ്രവൃത്തിയാണ്. അതിന് വിരുദ്ധങ്ങളായവ ചെയ്താൽ അത് നിവൃത്തിയാണ്, അത് നിഷേധമാണ്, അത് ചെയ്യാൻ പാടില്ല. ശാസ്ത്രങ്ങളുടെ മാർഗനിർദ്ദേശം അറിഞ്ഞുകൂടാത്തവർ പ്രതികർമ്മങ്ങളുടെ ശൃംഖലയിൽപ്പെട്ട് അതിൽ കുടുങ്ങിപ്പോവും. പ്രതികർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മം, അതിൻ്റെ പ്രതികർമ്മം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പരിണാമ ഫലങ്ങൾ. അപ്പം അതിൻ്റെ ആ കൂട്ടിൽ പെട്ടുപോകും, ശൃംഖലയിൽ വരാൻ ചങ്ങലയിൽ പെട്ടുപോകും. എന്ന് പറഞ്ഞാൽ വീണ്ടും ജന്മെടുത്ത് വീണ്ടും ഈ സംസാരത്തിൽ വരേണ്ടി വരും, ഈ ദുഃഖങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരും, പിന്നെയും മരിക്കേണ്ടി വരും. അപ്പം അതിൽ ആ ശൃംഖലയിൽ നമ്മൾ അല്ലെങ്കിൽ ആ പരമ്പരയിൽ വീണ്ടും വീണ്ടും സംസാര സാഗരത്തിൽ മുങ്ങിപ്പോങ്ങേണ്ടി വരും. അങ്ങനെ ബുദ്ധി കൊണ്ട് വിവേചനം ചെയ്യുന്ന ആ അറിവിനെ അസാത്വികമായ ബുദ്ധി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം എന്നാണ് ഭഗവാൻ പറയണത്. യയാ ധർമ്മമധർമ്മം ച കാര്യം ച കാര്യമേവ ച അയഥാവത് പ്രജാനാതി ബുദ്ധി സാ പാർത്ഥ രാജസി. ഹേ പാർത്ഥ, യയാ ധർമ്മം അധർമ്മം ച, ഏതൊരു ബുദ്ധി കൊണ്ട് ധർമ്മത്തിനെയും അധർമ്മത്തിനെയും കാര്യം ച അങ്ങനെ കാര്യത്തിനെയും അകാര്യം ച കർത്തവ്യമല്ലാത്തതിനും, അകാര്യം എന്ന് പറഞ്ഞാൽ കർത്തവ്യമല്ലാത്തത്, എൻ്റെ കർത്തവ്യമല്ലാത്ത എൻ്റെ ആ കർമ്മ ക്ഷേത്രത്തിൽ പെടാത്തത്. ഒരു ബ്രാഹ്മണനാണെങ്കിൽ ബ്രാഹ്മണൻ്റെ കർമ്മം ചെയ്യുക,
മറ്റുള്ളവരുടെ കാര്യത്തിൽ പോയിട്ട് ഇടപെടേണ്ട ആവശ്യമില്ല. അതേമാതിരി ക്ഷത്രിയനാണെങ്കിൽ ക്ഷത്രിയൻ്റെ കാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണൻ്റെ കാര്യത്തിൽ പോയിട്ട് ഇടപെടേണ്ട ആവശ്യമില്ല. അപ്പം കാര്യം എന്ന് പറഞ്ഞാൽ തൻ്റെ കർത്തവ്യത്തിനെയും അകാര്യം ച തൻ്റെ കർത്തവ്യമല്ലാത്തതിനെയും അയഥാവത് ശരിയായിട്ടല്ലാതെ പ്രജാനാതി ശരിയായിട്ടല്ലാതെ അറിയണം എന്ന് പറഞ്ഞാൽ അതിനെ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. സാ ബുദ്ധി രാജസി അത്തരം ബുദ്ധി എന്താണ്? രാജസി ബുദ്ധിയാണ് എന്നാണ്. അപ്പം ശരിയായിട്ടല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. തൻ്റെ കർത്തവ്യം എന്താണ്, അന്യൻ്റെ കർത്തവ്യം എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കാത്ത വ്യക്തി എന്തുകൊണ്ട് എനിക്കിത് ചെയ്തുകൂടാ എന്നൊക്കെ ഒരു പൊതുവേ ഒരു ചിന്താഗതി എല്ലാവരും ഒരു പറച്ചിലാണല്ലേ. അവർക്കാവാച്ച എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. അത്തരം ബുദ്ധി എന്താണ്? രാജസ ബുദ്ധിയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഹേ പാർത്ഥ, ധർമ്മം എന്താണ്, അധർമ്മം എന്താണ്, താൻ ചെയ്യേണ്ട കർത്തവ്യം എന്താണ്, ചെയ്യാൻ പാടില്ലാത്ത എന്താണ് എന്ന് വേർതിരിച്ചറിയാനാവാത്ത ബുദ്ധിയാണ് രാജസം. ഇപ്പോൾ വളരെ കെട്ടുകഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? കുറേ പാരമ്പര്യം മുമ്പേ അങ്ങനെ ഉണ്ടായിരുന്നത് കാരണം നമ്മളതിനെ ഇപ്പോഴും തുടർന്നു കൊണ്ട് പോകണം എന്ന് വേണമെങ്കിൽ ഒരു കഥ നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ അവിടെ ഒരു പൂച്ചയെ വളർത്തിയിരുന്നവർ. ആ പൂച്ചയെ വളർത്തുമ്പോൾ എന്തുണ്ടായി, അവരവിടെ വീട്ടിൽ പൂർവികരുടെ ശ്രാദ്ധം നടത്തും. ശ്രാദ്ധം നടത്തുമ്പോൾ ഈ പൂച്ച വന്നിട്ട് അവിടെ എല്ലാം അങ്ങനെ മണത്തും കൊണ്ടും നക്കിയും കൊണ്ടും നടക്കും. അപ്പോൾ ഇവർക്ക് തോന്നി ഈ പൂച്ച ഇതെല്ലാം അശുദ്ധമാക്കണം. അപ്പോൾ പൂച്ചയെ പിടിച്ചിട്ട് എന്ത് ചെയ്യും? ഒരു കൊട്ടയുടെ ചോട്ടിലിട്ടേക്കും. അപ്പം അങ്ങനെ കുറേ കാലം കഴിഞ്ഞു, ആ പാവം പൂച്ച ചത്തുപോയി. പക്ഷേ പിന്നെ വരുന്ന തലമുറയ്ക്ക് എന്തായി, അപ്പോൾ ഈ നടത്തുന്നുണ്ടായി നമ്മൾ ശ്രാദ്ധം നടത്തുമ്പോൾ ഒരു പൂച്ചയെ പിടിച്ചിട്ട് കൊട്ടയുടെ ചോട്ടിലിടണം എന്നുള്ള ഇപ്പം നാട് മുഴുവൻ അന്വേഷിച്ചിട്ട് ഒരു പൂച്ചയെ പിടിച്ചിട്ട് കൊണ്ട് എന്നിട്ട് ആ കൊട്ടയുടെ ചോട്ടിലിടും. അപ്പോൾ കാരണം എന്താണ്? അത് പാരമ്പര്യമല്ലേ, ആ പാരമ്പര്യത്തിനനുസരിച്ചിട്ട് വേണ്ടേ നമ്മൾ ചെയ്യാൻ. കാരണം ഒരു പൂച്ച കൊട്ടയുടെ ചോട്ടിൽ വേണം ശ്രാദ്ധം നടത്തുമ്പോൾ എന്ന് അവരങ്ങോട്ട് തെറ്റായിട്ട് മനസ്സിലാക്കി. അതൊക്കെ എന്താണ്? എന്ന് പറഞ്ഞാൽ ആ മാമൂലികളെ പിടിച്ചു നിർത്തൽ അതൊരു രാജസമായിട്ട് തന്നെ വേണം നമ്മൾക്ക് മനസ്സിലാക്കാൻ. അധർമ്മം ധർമ്മമിതിയാ മന്യതേ താമസാവൃത സർവാർത്ഥാൻ വിപരീതാൻ ച ബുദ്ധിസാ പാർത്ഥ താമസി. ഹേ പാർത്ഥ, അധർമ്മം ധർമ്മം അധർമ്മത്തിനെയും ധർമ്മത്തിനെയും പറ്റിയിട്ട് അവർക്ക് വ്യത്യാസം അറിയില്ല. അപ്പം ധർമ്മത്തിനെ പറയും ഇത് അധർമ്മമാണ്, അധർമ്മത്തിനെ പറയും ഇത് ധർമ്മമാണ്. അപ്പം ഇതിന് തമ്മിലുള്ള എന്താണ് വ്യത്യാസം? കാരണം അവർക്ക് യഥാർത്ഥ ജ്ഞാനം ഇല്ല. എന്താണ് തനിക്ക് വിധിച്ചിട്ടുള്ളത്, എന്താണ് തനിക്ക് നിഷേധിച്ചിട്ടുള്ളത്, ഇതിനെ പറ്റിയിട്ട് അവർക്ക് യാതൊരു അറിവും ഇല്ല. അപ്പം ആ അധർമ്മത്തിനെ ധർമ്മമായിട്ടും ധർമ്മത്തിനെ അധർമ്മമായിട്ടും സർവാർത്ഥാൻ വിപരീതാംശ എല്ലാ വിഷയങ്ങളെയും വിപരീതങ്ങളായിട്ട് മനസ്സിലാക്കുന്ന വ്യക്തി ആരാണ്? താമസ, അവൻ താമസിനാൽ അഥവാ അജ്ഞാനത്താൽ ആവൃതനായിട്ട് അത്തരം വ്യക്തി ആരാണ്? താമസം അഥവാ അജ്ഞാനത്താൽ ഇങ്ങോട്ട് മൂടപ്പെട്ടവനാണ്, ആവൃതനായിട്ട്. സാ ബുദ്ധി, ആ ബുദ്ധി അങ്ങത്തരത്തിലുള്ളൊരു ബുദ്ധി മന്യതേ സാ താമസി, അങ്ങനെ വിചാരിക്കുന്ന ആരുണ്ടോ അവരുടെ ബുദ്ധി എന്താണ്? താമസിയാണ് എന്നാണ് ഭഗവാൻ പറയണത്. ഹേ പാർത്ഥ, വ്യർത്ഥ ചിന്തകൾ, ജൽപ്പനങ്ങൾ വ്യാമോഹത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും അഥവാ അജ്ഞാനത്തിൻ്റെയും ജ്ഞാനല്ലേ അവർക്ക്, ഇതിന് യഥാർത്ഥ കാര്യത്തിൻ്റെ ജ്ഞാനല്ലേ അവർക്ക്. അപ്പോൾ വ്യർത്ഥമായ ചിന്തനങ്ങൾ, അജ്ഞാനം, ഇതിൻ്റെ സ്വാധീനതയിൽപ്പെട്ടിട്ട് അധർമ്മത്തെ അവർ ധർമ്മമായിട്ട് കണക്കാക്കും. വല്ലവരും വല്ലതൊക്കെ പറഞ്ഞു അതങ്ങടെ വിശ്വസിക്കും. എന്നിട്ട് ധർമ്മത്തിനെ അധർമ്മമായും കരുതിയിട്ട് സദാ എപ്പോഴും തെറ്റായ വഴിക്ക് പ്രവർത്തിക്കുന്ന എന്ന് പറഞ്ഞാൽ ശാസ്ത്രവിഹിതമല്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തി, അത്തരം വ്യക്തിയുടെ ബുദ്ധി എന്താണ്? താമസ ബുദ്ധിയാണ് എന്നാണ് ഭഗവാൻ പറയണത്. ധൃത്യാധാരയതേ മനഃപ്രാണേന്ദ്രിയക്രിയ യോഗേന അവ്യഭിചാരിണ്യ ധൃതി സാ പാർത്ഥ സാത്വികി. ഇനി ഉള്ള ശ്ലോകങ്ങളിൽ ആ ദൃഢനിശ്ചയ ബുദ്ധിയെ പറ്റിയിട്ടാണ് ഇനി ദൃഢനിശ്ചയത്തിന് നിശ്ചയത്തിൻ്റെ മൂന്ന് ഗുണങ്ങളെ പറ്റിയിട്ടാണ് ഭഗവാൻ പറയണത്. ഹേ പാർത്ഥ, അവ്യഭിചാരിണ്യ, വ്യതിചലിക്കാതെ എന്തെന്നെ പ്രലോഭനം ഉണ്ടായാലും തൻ്റെ നിശ്ചയത്തിൽ നിന്ന് ഒട്ടും തന്നെ വ്യതിചലിക്കാത്ത ധൃത്യ, ഏതൊരു ധൃതി അല്ലെങ്കിൽ ഏതൊരു നിശ്ചയം കൊണ്ട് യോഗേന
യോഗ, ആ യോഗത്തോടു കൂടി, യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനായിട്ടുള്ള ആ ബന്ധനത്തിൽ അല്ലെങ്കിൽ സമ്പർക്കത്തിൽ ഭഗവാൻ പൂർണ്ണ വിശ്വാസത്തും കൊണ്ട് ആ ആ യോഗം, ഭഗവാനായിട്ടുള്ള ആ സമ്പർക്കത്തിലുള്ള ആ ശക്തി കൊണ്ട് ഏത് മനുഷ്യനാണോ മനഃപ്രാണേന്ദ്രിയ ക്രിയ, മനസ്സിൻ്റെയും പ്രാണൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ക്രിയകളെ ധാരയതേ, ധാരയത എന്ന് പറഞ്ഞാൽ ധരിക്കുക അഥവാ അതിനെ നിയന്ത്രിക്കുക, തൻ്റെ മനസ്സിൻ്റെ ആ പ്രാണേന്ദ്രിയ ക്രിയകളെ വളരെയധികം നിയന്ത്രിക്കണു. സാധൃതി സാത്വികി, അത്തരം നിശ്ചയദാർഢ്യം എന്താണ്? സാത്വികിയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം യോഗാനുഷ്ഠാനത്താൽ അഥവാ ഭഗവത് സമ്പർക്കത്താൽ മനസ്സിനെ സമനിലയിൽ നിർത്തിയതും ദൃഢമായതും മനസ്സ് പ്രാണൻ ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള നിശ്ചയം സാത്വികമായിട്ടുള്ള നിശ്ചയമാണ് എന്നാണ്. എന്തെന്നെ പ്രലോഭനം വരികയാണെങ്കിലും എന്തെങ്കിലും നഷ്ടങ്ങൾ വരികയാണെങ്കിലും അതിലൊന്നും വ്യതിചലിക്കില്ല. ഒരു പ്രാവശ്യം ഒരു ദൃഢനിശ്ചയം എടുത്താൽ അതിലെന്നെ ദൃഢമായി നിൽക്കണം. ആ ബുദ്ധിയെ, അത്തരം ദൃഢനിശ്ചയത്തിനെ സാത്വികം എന്ന് പറയുന്നു. യയാതു ധർമ്മകാമ അർത്ഥാൻ ധൃത്യാധാരയതേ അർജുന പ്രസംഗേന ഫലാകാംക്ഷി ധൃതി സാ പാർത്ഥ രാജസി. ഹേ പാർത്ഥ, ഇവിടെ ഭഗവാൻ 2 പ്രാവശ്യം ഹേ പാർത്ഥ എന്നും പറഞ്ഞിട്ടുണ്ട്, അർജുന എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഹേ പാർത്ഥ, ഹേ പൃഥളപുത്രനായിട്ടുള്ള അർജുന, ധൃതിയ, ഏതൊരു നിശ്ചയം കൊണ്ട്, ഏതൊരു ധൃതിയാലാകട്ടെ അഥവാ ഏതൊരു നിശ്ചയം കൊണ്ടാവട്ടെ, ധർമ്മകാമാർത്ഥാൻ, ധർമ്മം കാമം അർത്ഥം ഇവ ധാരയതേ എന്ന് പറഞ്ഞാൽ അതിനെ നിയന്ത്രിക്കണം, അത് തൻ്റെ വശത്താക്കണം. ധാരയതേ, അതിനെ ധരിക്കണു പറഞ്ഞാൽ അതിനെ തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണു. പ്രസംഗേന ആ ഫലാകാംക്ഷി, പ്രസംഗേന എന്ന് പറഞ്ഞാൽ അവയിൽ ആ അതിലെ ആസക്തനായിട്ടുള്ള അത്യധികമായ ആസക്തി കൊണ്ട് ഫലാകാംക്ഷിയായിട്ട് ഭവിക്കണം. ഇതിലൊക്കെ തൻ്റെ ആ ധർമാർത്ഥ കാമങ്ങളിൽ അത്യന്തം ആസക്തനായിട്ട് അതിനെ എപ്പോഴും അതിനെ പറ്റിയിട്ട് ആസക്തനായിട്ട് ആരുണ്ടോ, ആരുടെ നിശ്ചയമുണ്ടോ അത് രാജസി ധൃതിയ, അത് അത്തരം നിശ്ചയദാർഢ്യം എന്താണ്? രാജസി നിശ്ചയമാണ് എന്താണ് ഭഗവാൻ പറയുന്നത്. ഈ വ്യക്തിയുടെ ധർമാർത്ഥ കാമ മോക്ഷത്തിനെ പറ്റി ചിന്തിക്കുകയില്ല. ധർമ്മ അർത്ഥ കാമത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വ്യക്തിയുടെ ജീവിതം തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ലാഭിക്കണം എന്നുള്ളത്. അപ്പം അർജുന, ഏതൊരു നിശ്ചയം കൊണ്ടാണോ മനുഷ്യൻ ധർമ്മം അർത്ഥം കാമം എന്നിവയെ സ്വീകരിക്കുന്നത്, അവയിലുള്ള ആസക്തി, അത്യാസക്തി കൊണ്ട് ഫലാകാംക്ഷിയായിത്തീരുന്നത് ഏത് നിശ്ചയം കൊണ്ടാണോ ആ നിശ്ചയം രാജസമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. യാ സ്വപ്നം ഭയം ശോകം വിഷാദം മദമേവ ച ന വിമുഞ്ചതി ദുർമേധാ ധൃതി സാ പാർത്ഥ താമസി. ഇനി താമസിയായിട്ടുള്ള നിശ്ചയത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഹേ പാർത്ഥ, യയാ സ്വപ്നം ഭയം ശോകം, യാതൊരു ബുദ്ധി അല്ലെങ്കിൽ യാതൊരു നിശ്ചയം കാരണം മൂലം സ്വപ്നം ഭയം ശോകം, സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇങ്ങനെ ദിവാസ്വപ്നം, ജൽപ്പനങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ആലസ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഭയം ശോകം, താമസബുദ്ധിയുള്ളവർക്ക് അവർക്ക് എപ്പം നോക്കിയാലും ശോകമാണ്, ഭയമാണ് അവർക്ക്. പിന്നെ വിഷാദം എന്ന് പറഞ്ഞാൽ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. മതമേവച്ച, മതം എന്ന് പറഞ്ഞാൽ അഹങ്കാരം അല്ലേ? മതം ആയിട്ടുള്ള അഹങ്കാരം, എന്തെങ്കിലും അതുണ്ടെന്നുള്ള അത് മുഞ്ചതി ഉപേക്ഷിക്കുന്നില്ലയോ, ആരതിനെയൊന്നും ഉപേക്ഷിക്കണില്ലയോ? ശോകത്തിനെ, മോഹത്തിനെ, അല്ലെങ്കിൽ ഭയത്തിനെ, വിഷാദത്തിനെ, മതത്തിനെ ഒന്നും ആരും അത് ഉപേക്ഷിക്കണില്ലയോ? ദുർമേധ സാ ധൃതി താമസി. ദുർമേധ എന്ന് പറഞ്ഞാൽ ബുദ്ധിശൂന്യമായിട്ടുള്ള ആ നിശ്ചയദാർഢ്യം, ആ നിശ്ചയം താമസിയാണ് എന്നാണ് ഭഗവാൻ പറയണത്. അല്ലയോ കുന്തിപുത്ര, സ്വപ്നം ഭയം വ്യസനം അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ചിന്താഗതികൾ,
വിഷാദം, മതം എന്നിവയ്ക്ക് അതീതമല്ലാത്ത, അതിന് അധീനമായിട്ടുള്ള ബുദ്ധിശൂന്യമായിട്ടുള്ള നിശ്ചയം തമോ ഗുണത്തിലുള്ളതാണ് എന്നാണ് ഭഗവാൻ പറയണത്. ഓം നമോ ഭഗവതേ വാസുദേവായ.